ഹലോ. അപ്പോൾ നമുക്ക് വിഷ്ണുത്തേക്കായി കൃഷ്ണനെയൊക്കെ ക്ലീൻ ആക്കി എടുക്കാവേ. അപ്പടി പൊടി പിടിച്ചിരിക്കുമായിരുന്നേ. എന്നിട്ട് അതിനെ തുടച്ച് വൃത്തിയാക്കി സുന്ദരക്കുട്ടപ്പന്മാരാക്കി വെച്ച്. തലേന്ന് രാത്രി തന്നെ ഞാൻ കണിക്കാവശ്യമായ ചക്കയും മാങ്ങയും പച്ചക്കറികളും പഴങ്ങളൊക്കെ എടുത്ത് വെച്ച് കുറച്ച് കണിക്കുന്ന പൂക്കളും ആപ്പിളും ഓറഞ്ചും മുന്തിരിയും മാങ്ങയും പിന്നെ നമ്മൾ വീണെടുത്ത് കിട്ടുന്ന എല്ലാ പൂക്കളും ഒക്കെ പറിച്ച് ശേഖരിച്ച് വെച്ചിരുന്നേ. പിന്നെ കണി വെക്കാൻ ആവശ്യമായ ഒരു കോടിമുണ്ടും കുറച്ച് നാണയത്തുട്ടുകളും ഒരു സ്വർണ്ണമോതിരവും വെറ്റിലയടക്ക ദക്ഷിണയും പിന്നെ കുങ്കുമവും ചന്ദനവും അതുകൂടാതെ നമ്മുടെ ധാന്യങ്ങളും അരി എല്ലാം എല്ലാം അടുപ്പിച്ച് വെച്ചു. പിന്നെ ഞാനൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പം കണി വെക്കാൻ ഓർത്തും ഒരു ഓടൂരിലെടുത്തും പച്ചരി ഇട്ടും കണിക്കൊന്ന വെച്ചും ചക്ക പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളൊക്കെ വെച്ചു. പഴം വെച്ചു, ഓറഞ്ച് വെച്ചു, പച്ചക്കറികളൊക്കെ വാരി വെതറി ഇട്ടു. ക്യാരറ്റൊക്കെ ഞാൻ കുത്തി വെച്ച് ഓറഞ്ച് കളറിലെ കാണാൻ നല്ല രസമാകാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ വെച്ചതേ ഉള്ളൂ. മുരിങ്ങയ്ക്ക ഒന്ന് കുത്തി കയറ്റി വെച്ചു നന്നായിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാങ്ങ വെച്ചു, ആപ്പിള്, ഓറഞ്ച്, മുന്തിരി. ആപ്പിളൊക്കെ എനിക്ക് ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് അധികം പറ്റായിട്ടൊക്കെ തോന്നി. എന്നാലും ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചേ. ചെറിയ ഉരുളിയാണ് എടുത്തേ. അതുകൊണ്ട് അതിൽ കൊള്ളാവുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഉള്ളതുപോലെയൊക്കെ ഞാൻ എല്ലാം വെച്ചൊപ്പിച്ചേ. പിന്നെ ധാന്യങ്ങളും അരികളും ഒക്കെ ഇറക്കി വെച്ചു. തേങ്ങ വെക്കാൻ പറഞ്ഞതും എടുത്തു വെച്ചേ. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് വെച്ച എല്ലാ സാധനങ്ങളും കോടിമുണ്ടും ദക്ഷിണയും ആ തട്ടവും വെച്ചു എല്ലാം വെച്ച് സെറ്റാക്കി. രാവിലെ ഒരു 4 മണി 4:30 ആയപ്പോൾ ഞാൻ എണീറ്റ് വിളക്ക് കൊളുത്തി കണി കണ്ടു. ഞാൻ സ്വയം കണി കണ്ടു. എന്നിട്ട് എല്ലാവരെയും കണി കാണാനൊക്കെ വിളിച്ചെണീപ്പിക്കാനായിട്ട് പോയി. ഒത്തിരി നേരം നോക്കി നിന്ന് എൻ്റെ കണ്ണിറയെ ഞാൻ എൻ്റെ ഉണ്ണിക്കണ്ണനെ കണ്ടു. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ.